സെഷനിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി ധ്യാനിക്കാനായിട്ട് എളുപ്പം തോന്നും. അപ്പൊ അതാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പൊ ഇന്ന് 5ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫസ്റ്റ് ടൈം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാം. ആദ്യമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. ഏത് ദിവസം വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചാലഞ്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള സെഷൻസിന് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ആവശ്യമില്ല. എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഇന്ന് മുതൽ തുടങ്ങാനും പ്രേരിപ്പിക്കാം. ഓക്കെ, ശരി. എന്റെ പേര് ആനന്ദ് നാരായൺ. ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ എറണാകുളത്തുള്ള കാലടി ആശ്രമത്തിൽ നിന്നാണ് ഇപ്പോൾ തത്സമയം വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികൾ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നറിയാം. അപ്പോൾ 5000-6000 പേരാണ് രാവിലത്തെ ബാച്ചിന് വന്ന് ഒരുമിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് ഫസ്റ്റ് ടൈം ആണെന്ന് എനിക്ക് കാണുന്നുണ്ട്. ചാറ്റ് ബോക്സിലൂടെ എനിക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. വെരി നൈസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ സെഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 7 മണിക്കോ 11 മണിക്കോ ഉള്ള സെഷനിന് ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മൾ വാമപ്പുകൾ തുടങ്ങും. അതിനുശേഷം നമ്മൾ ചെറിയ ഒരു ജ്ഞാനം, അന്നത്തെ ഒരു വിഷയം അനുസരിച്ച് എന്തെങ്കിലും ഒരു ജ്ഞാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പിന്നെ പ്രാണായാമത്തിലേക്ക് കടക്കും. 1-2 പ്രാണായാമങ്ങൾ ചെയ്തതിനു ശേഷം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കും. ധ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യോത്തരങ്ങളുടെ സമയമാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ തീം എന്താണ്? ഇന്നത്തെ തീമിലേക്ക് കടക്കാം. എന്താണ്? പ്രായമാകലിന്റെ വേഗത കുറയ്ക്കൽ. ഇന്നത്തെ തീം എന്താണ്? പ്രായമാകലിന്റെ വേദന കുറയ്ക്കൽ. എത്ര പേർക്ക് പ്രായമാകലിന്റെ വേഗത കുറച്ചാൽ കൊള്ളാമെന്നുണ്ട്? അതിനെ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ, നമുക്ക് പ്രായമാകുന്നതിന്റെ കൂടെ വരുന്ന കുറെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പ്രായമാകലിന്റെ വേഗത കുറച്ചാൽ. അല്ലെങ്കിൽ പ്രായമാകുന്നതിന് തെറ്റൊന്നുമില്ല അല്ലെ. നമ്മൾ ജനിച്ച ആ നിമിഷം തൊട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ് പ്രായമാകൽ എന്ന് പറയുന്നത്. വി സ്റ്റാർട്ട് ഏജിങ് ദ ഡേ വി വർ ബോൺ. പിന്നെ പ്രായമാകുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്. നമുക്ക് ജ്ഞാനം വർദ്ധിക്കുന്നു. നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഈ വർഷങ്ങളിലൂടെ കിട്ടുന്നു. അപ്പോ ലോകം മാറുന്നത് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രായമാകുന്നതിന്. പക്ഷേ പ്രായമാകലിന്റെ ദോഷങ്ങൾ ആണ് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെ. അപ്പൊ നമ്മളൊരു പുതിയൊരു ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ അതിന് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഒരു കവർ വാങ്ങിച്ചിടുക എന്നുള്ളതാണ് അല്ലെ. ഒരു കേസ്, മുന്നിൽ ഒരു കേസ് ഒട്ടിച്ചു വെക്കും. പിന്നെ പുറകിലെ ഫുൾ കവർ ചെയ്യുന്ന ഒരു കേസിന്റെ ഉള്ളിൽ അത് ഇട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നു ഫോണിനെ സംരക്ഷിക്കാനായിട്ട്. ഈ കേസ് വാങ്ങിച്ചിടുന്നത് കൊണ്ട് എന്താണ്? ഫോണിന്റെ ആയുസ് തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. പലതവണ എന്റെ ഫോണൊക്കെ തറയിൽ വീണിട്ടും അതിനെ സംരക്ഷിച്ചത് കേസാണ്. തീർച്ചയായിട്ടും എന്റെ ഫോണിന്റെ ആയുസിന് ഏറ്റവും വലിയ ഒരു നന്ദി പറയേണ്ടത് എന്റെ ഫോൺ കേസിനോടാണ്. അപ്പൊ അതുപോലെ തന്നെ പ്രകൃതി നമ്മുടെ ശരീരത്തിലും ഇതുപോലെ സുരക്ഷിതത്വ കവറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ ഡി എൻ എ എന്ന് പറഞ്ഞാല് നമ്മുടെ ജനിതകമായിട്ടുള്ള നമ്മുടെ ഏറ്റവും ആധാരമായിട്ടുള്ള ഒരു കോശമാണെന്ന് പറയാം. ഡി എൻ എ ആണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതും ഓരോ മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നതും ആ ഡി എൻ എ ആണ്. ഏറ്റവും നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് ഡി എൻ എ എന്ന് പറയുന്ന ചെറിയ ചെറിയ കോശം. അപ്പൊ ഈ ഡി എൻ എ കൊണ്ടാണ് നമ്മൾ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടത്. ഒരാളുടെ ഡി എൻ എ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോ ഈ ഡി എൻ എകൾക്ക് ചെറിയ സംരക്ഷണ തൊപ്പികൾ പ്രകൃതി കൊടുത്തിട്ടുണ്ട്. ആ സംരക്ഷണ തൊപ്പികളുടെ പേരാണ് ടീലോമിയേഴ്സ്. ടീലോമിയർ ആർക്കെങ്കിലും വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. ടീലോമിയർ എന്ന വാക്ക് അറിയാവുന്നവർ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ടീലോമിയർ എന്ന് പറയും. ഈ ടീലോമിയർ എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഡി എൻ എക്കും ചുറ്റുമുള്ള ഒരു സംരക്ഷണ തൊപ്പിയാണ്. ഈ തൊപ്പി കാരണമാണ് ഡി എൻ എ പ്രായമാകലിനൊപ്പം ഡി എൻ എ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രായമാകുമ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൊപ്പികളുടെ നീളം കുറയാൻ തുടങ്ങും. അപ്പോ ഇത് കാരണം പ്രായമാകുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ അസുഖങ്ങളും രോഗങ്ങളും വരാൻ കാരണഹേതുവാകും. അപ്പോൾ ഇതിനെ മന്ദഗതിയിലാക്കാൻ, ഇതിന്റെ വേഗത കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു സാങ്കേതിക വിദ്യയാണ് ധ്യാനം എന്നാണ് ഗവേഷണങ്ങൾ കണ്ടെത്തിയത്. അതായത് ടീലോമിയറുകൾ പ്രായം ഏറും തോറും അതിന്റെ നീളം കുറയുന്നത്, അത് വേഗത കുറയ്ക്കാൻ, ആ നീളം കുറയലിന്റെ വേഗത കുറയ്ക്കാൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ. അപ്പൊ എന്ത് പറ്റുന്നു? ഇത് കാരണം നമ്മുടെ അവയവങ്ങൾക്ക് കൂടുതൽ പുഷ്ടി ഉണ്ടാകുന്നു. നമ്മുടെ കോശങ്ങളുടെ പ്രായം ആകലിന്റെ വേഗത കുറയുന്നു. മൊത്തമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ ഇത് എഫക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പല രോഗങ്ങൾക്കും പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം അല്ലെങ്കിൽ അതിനെ
പ്രിവെന്റ് ചെയ്യാനും നമുക്ക് തടസ്സപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 രീതിയിലുള്ള പ്രായമാകലുണ്ട് നമ്മുടെ ശരീരത്തിന്. ഒന്ന് ജൈവികമായിട്ടുള്ള വാർദ്ധക്യം. ഈ ജൈവികമായിട്ടുള്ള വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഏജ്. അതായത് നിങ്ങൾ ഏത് വർഷമാണോ ജനിച്ചത് കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എത്രത്തോളം പ്രായമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് പേർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് ഒരു വയസ്സ് തോന്നുന്നില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ആവണം എന്നാണ് ആഗ്രഹം. ചിലരെ കണ്ടാൽ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന് പറയുന്ന പോലെ പ്രായം തോന്നില്ല. എല്ലാവരുടെയും പ്രായം എനിക്കിപ്പോ കാണാം. വെരി നൈസ്. അതേസമയം ചില ആൾക്കാരെ കണ്ടാൽ അവരുടെ പ്രായത്തെക്കാൾ ഒരുപാട് വയസ്സ് തോന്നിക്കുകയും ചെയ്യും. ഇതിന്റെ കാരണം എന്താണ്? അവരുടെ സെല്ലുലാർ ഏജിങ്, അവരുടെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാം. അപ്പോ 13 തൊട്ട് 78 വരെ ഉള്ള ആൾക്കാരെ നീ കാണാനുണ്ട്. ഗംഭീരം. ശരി, അപ്പൊ നമുക്ക് ഒരു കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് നമുക്ക് ഇന്നത്തെ പ്രാണായാമം ചെയ്തിട്ട് മെഡിറ്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമം, കുട്ടികൾ ഇവിടെയുണ്ട്, 13 വയസ്സുള്ള കുട്ടികളും ഒക്കെ ഉണ്ട്. അവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാണായാമമായിരിക്കും കാൻഡിൽ ബ്ലോയിങ് പ്രാണായാമം, മെഴുകുതിരി ശ്വാസം. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, അത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ശ്വാസം മൂക്കിലൂടെ അകത്തോട്ട് എടുത്തിട്ട് ശക്തിയായിട്ട് മുന്നിൽ ഒരു 20 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് സങ്കല്പിച്ച് അതിനെയൊക്കെ ഊതിക്കെടുത്തുക. അപ്പോ മെഴുകുതിരി എങ്ങനെ ഊതിക്കെടുത്തുക? അപ്പോ ഊതുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കവിളുകൾ കുറച്ചൊന്ന് വികസിക്കും, ഇല്ലേ? അപ്പോ ഒറ്റ ശ്വാസത്തിൽ മാക്സിമം ശ്വാസം നമ്മൾ വായിലൂടെ പുറത്ത് ഊതിക്കളയണം. അതാണ് ലക്ഷ്യം. ആദ്യം നമ്മൾ മുന്നോട്ട് ഊതും, പിന്നെ അതിനുശേഷം നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ഊതും, വലത്ത് നിന്ന് ഇടത്തോട്ട്. പല രീതിയിൽ നമുക്ക് മെഴുകുതിരികൾ കെട്ടാം. ഓക്കെ, സുഖമായിട്ടിരിക്കാം. കുറച്ച് വെള്ളം കുടിക്കണം എന്നുള്ളവർക്ക് വെള്ളം കുടിക്കാം. തുടങ്ങാം. നട്ടെല്ല് നിവർത്തി മുഖത്തൊരു ചെറിയ പുഞ്ചിരി വെക്കുന്നു. ഒരു ദീർഘശ്വാസം മൂക്കിലൂടെ അകത്തോട്ട് എടുക്കുന്നു. എന്നിട്ട് ശക്തിയായ വായിലൂടെ ശ്വസിച്ചുകൊണ്ട് മെഴുകുതിരികൾ ഊതിക്കെടുത്താം. അവസാനത്തെ ഇറ്റ് ശ്വാസം പോലും പുറത്തു പോകുന്ന രീതിയിൽ ഊതുക. ശരീരം കുറച്ച് മുന്നോട്ട് വന്നാലും കുഴപ്പമില്ല. വീണ്ടും ചെയ്യാം. ശ്വാസം അകത്തേക്ക് മൂക്കിലൂടെ എടുക്കുന്നു, വായിലൂടെ ഊതി മെഴുകുതിരികൾക്കെടുത്താം. ശ്വാസം മുഴുവൻ പോയി കഴിഞ്ഞാൽ വിശ്രമിക്കാം. വീണ്ടും ശ്വാസം അകത്തേക്ക്, റിലാക്സ്. ഇനി മെഴുകുതിരിയിൽ ഇങ്ങനെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പോ ഇടത്ത് നിന്ന് വലത്തോട്ട് ഊതാൻ പോവാണ്. ശ്വാസം അകത്തേക്ക് എടുക്കാം, ഊതിക്കെടുക്കാം. ഊതുമ്പോൾ നിങ്ങൾ കണ്ണടച്ചോളൂ. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്ത് വലത് നിന്ന് ഇടത്തോട്ട് ഊതാം. ബ്രീത്ത് ഇൻ, ഊതാം. റിലാക്സ്. അങ്ങനെ കണ്ണുകൾ അടച്ച് വെറുതെ വിശ്രമിക്കാം ഈ റൗണ്ട് കഴിയുമ്പോൾ. ഇനി മെല്ലെ കണ്ണ് തുറന്ന് രണ്ടാമത്തെ പ്രാണായാമം ചെയ്യാം. അതാണ് ഭസ്ത്രിക. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ ഉലശ്വാസം.
ഒരുപാട് ഊർജം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രീതിങ് എക്സസൈസ് ആണ് ഉലശ്വാസം. ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? നമ്മൾ ഇപ്പം 5 ദിവസമായിട്ട് നമ്മൾ ഇത് പഠിച്ചു, 4 ദിവസമായിട്ട്. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത്. എന്നിട്ട് ഞാൻ ഇൻ എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തോട്ടെടുത്ത് കൈകൾ മുകളിലോട്ട് എറിയുന്നു, മുഷ്ടികൾ മുകളിലെത്തുമ്പോൾ തുറക്കുന്നു. ഔട്ട് എന്ന് കേൾക്കുമ്പോൾ ശക്തിയായിട്ട് ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കൈകൾ താഴോട്ട് വീഴ്ത്തുന്നു, മുഷ്ടി അടയുന്നു. ചെയ്ത് നോക്കാം. മുകളിലെത്തുമ്പോൾ എന്റെ കൈപ്പത്തി തുറക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത് വെക്കാം, മുഖത്തൊരു പുഞ്ചിരിയോടെ. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് കണ്ണടച്ച് ചെയ്യാം. ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, മുഴുവനും പുറത്തോട്ട് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out, in, out, in, out, in, out, in, out. കണ്ണുകൾ അടച്ച് കൈകൾ മടിമേൽ മലർത്തി വെക്കാം. രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാം. ഹൈ ബി പി ഉള്ളവരോ ഗർഭകാലത്തിലുള്ള സ്ത്രീകൾക്കോ ഇത് ചെയ്യാതിരിക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത് വയ്ക്കാം. ആദ്യം ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, മുഴുവനും പുറത്തോട്ട് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out, 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 in, out. Relax. മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ടിലേക്ക് കടക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശം. ഒരു സാധാരണ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, മുഴുവനും പുറത്തോട്ട് വിടാം. നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, out, in, 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 out. കണ്ണുകൾ അടച്ചു വെച്ച് കൈകൾ മടിമേൽ മലർത്തി വെച്ച് വിശ്രമിക്കാം. മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. Slowly, gradually.
Open your eyes. Good. ഇനി ഉണ്ടായിരുന്നു പ്രാണായാമം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഇടാം. ആ ഊർജം ഫീൽ ചെയ്യുന്നില്ലേ? ആദ്യമായിട്ട് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം ഒറ്റ വാക്കി. ശരി, അപ്പോ ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന്, സുഖകരമായിട്ടിരിക്കുക. ചെയറിലോ തറയിലോ ഇരിക്കാം, നട്ടെല്ല് നിവർന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചാരി ഇരിക്കണമെങ്കിലും ഇരിക്കാം, നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, കണ്ണുകൾ പൂർണ്ണമായിട്ടും അടച്ചു വെക്കണം. ഇടയ്ക്ക് കണ്ണുകൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാൻ സാധിക്കില്ല. മൂന്നാമത്തത്, ചിന്തകൾ വന്നാലും വന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കും. കോൺസെൻട്രേഷൻ വേണം എന്ന് വിചാരിക്കരുത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അല്ല. അപ്പോൾ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതല്ല മെഡിറ്റേഷൻ. വെറുതെ നിർദ്ദേശങ്ങൾ കേട്ടോണ്ടിരിക്കുക. ചിന്തകൾ വന്നാലും വന്നുകൊള്ളട്ടെ എന്ന് വിചാരിക്കുക. ഓരോ ചിന്തകൾ സ്വീകരിക്കുമ്പോൾ ചിന്തകൾ തന്നെ പറ്റുള്ളൂ. തിരിച്ച് ഗുരുദേവന്റെ നിർദ്ദേശങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. ഓക്കെ, അവിടെ സുഖകരമായിട്ടിരിക്കാം. ഗുരുദേവന്റെ നിർദ്ദേശങ്ങൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. തോളുകൾ അയച്ചിടാം. മുഖത്ത് Sit comfortably, easily. സുഖമായി ഇരിക്കാം. Spine erect. നട്ടെല്ല് നിവർത്തി വയ്ക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരു ഹാങ്ങറിൽ ഷർട്ട് തൂങ്ങിക്കിടക്കുന്നത് പോലെ നമ്മുടെ ശരീരവും നട്ടെല്ലിൽ തൂങ്ങിക്കിടക്കുന്നു. ഇതൊന്ന് അനുഭവിക്കാം. Like the coat which hangs on a knob, a stand, our body is relaxed, hanging, and the spine is straight. Relax the body more and more and keeping the spine erect. Not much effort is needed to keep the spine erect. And relax your body, feeling the spine getting straight. നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ട് ശരീരം കൂടുതൽ തളർത്തിയിടാം. മുഖത്ത് ഒരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കട്ടെ. ശ്വാസത്തിന്റെ ചൂട് ഒന്ന് ശ്രദ്ധിക്കാം. Pay attention to the temperature of your breath. ഒന്നും ചെയ്യേണ്ടതില്ല. This moment there is nothing to do, so don't do anything. As you keep relaxing the body, the temperature of breath also comes down. ശരീരം അയച്ചിടുന്നതിലൂടെ, ആഴത്തിലുള്ള വിശ്രമത്തിലേക്ക് പോകുന്നതിലൂടെ നമ്മുടെ ശ്വാസത്തിലും തണുപ്പ് വരാൻ തുടങ്ങുന്നു. ചൂട് കുറയാൻ തുടങ്ങുന്നു.
As the mind expands and body relaxes, your breath becomes shallow, light, and cooler. जैसे मन മനസ്സ് ശാന്തമാകാൻ തുടങ്ങുമ്പോൾ, फैलने लगता വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ, ശരീരം विश्राम में വിശ്രമിക്കാൻ തുടങ്ങുന്നു. आपकी सांस നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ചൂട് കുറയുന്നതും फूलता हुआ ശ്രദ്ധിക്കാം. नजर आए। सांस धीमी ശ്വാസത്തിൻ്റെ വേഗതയും കുറഞ്ഞു തുടങ്ങുന്നു. और उसकी ഒപ്പം उष्णता भी അതിൻ്റെ ചൂടും കുറയുന്നതായി അനുഭവപ്പെടും. महसूस होता है। शरीर को ശരീരത്തിന് ഇനിയും ആഴത്തിലുള്ള വിശ്രമം ലഭിക്കട്ടെ. मन മനസ്സ് फैलने लग जाए। വികസിക്കാൻ തുടങ്ങുന്നു. हमारी सांस നമ്മുടെ ശ്വാസം शीतल തണുത്തുകൊണ്ടിരിക്കുന്നു. Let go of all your efforts and let go of all the wants just for a while. थोड़ी देर के लिए കുറച്ചു നേരത്തേക്ക് चाहों എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെക്കാം. सब प्रयत्न എല്ലാ പ്രയത്നങ്ങളും छोड़ दे। വിട്ടുകളയാം. सांस ശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്നത് അനുഭവിക്കാം. करोगे। While passion brings in heat, dispassion brings cooling impact. ആസക്തി ശരീരത്തിൽ ചൂട് കൂട്ടുന്നു. सांस ശ്വാസത്തിന്റെ ചൂടും വേഗതയും കൂടുന്നു. विरक्ति അതേസമയം വിരക്തി शांत ശാന്തത കൊണ്ടുവരുന്നു. हमारे श्वास വിരക്തി നമ്മുടെ ശ്വാസത്തിനും മനസ്സിനും ശരീരത്തിനും को प्राप्त കുളിർമ കൊണ്ടുവരുന്നു. विरक्ति Just be patient for the breath to cool down. You cannot hurry up.
It happens on its own. Let's take a deep breath in. जल्दीबाजी में തിടുക്കത്തിൽ ആ തണുപ്പ് കൈവരിക്കാൻ സാധിക്കില്ല. ക്ഷമയോടെ കാത്തിരിക്കൂ. ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഇല്ലാതാക്കാൻ ഒന്നുമില്ല, സൃഷ്ടിക്കാനും ഒന്നുമില്ല. this moment, you don't want to get rid of anything God created. Just let it. Whatever is.
Om Shanti Shanti Shanti. സാവധാനം ശരീരത്തെയും പരിസരത്തെയും കുറിച്ച് ബോധമുള്ളവരാകാം. പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം അകത്തേക്കെടുക്കാം. മെല്ലെ പുറത്തേക്ക് വിടാം. ഇനി സാവധാനം കണ്ണുകൾ തുറക്കാം. സാവധാനം സ്വന്തം സമയമെടുത്ത് എപ്പോൾ പൂർണ്ണമെന്ന് തോന്നുന്നു അപ്പോൾ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. പ്രത്യേകിച്ച് ഇന്ന് ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചാറ്റ് ബോക്സിൽ ഇടാം ഇന്നത്തെ മെഡിറ്റേഷൻ്റെ അനുഭവം. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മെഡിറ്റേഷനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഓക്കെ, ഗുഡ്, താങ്ക് യു. സമയം പോയതറിഞ്ഞില്ല. യൂട്യൂബിന്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം. കാനഡയിൽ മോൻ ഇന്നലെ കാണാൻ പറ്റി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും. ഓരോ ബാച്ചിന്റെ ലിങ്കും അതിൽ വന്നു. ഓക്കെ, ഇന്ന് കുറച്ച് സമയം മാത്രം, ഇന്നലെ ബെറ്റർ. ഓക്കെ, ശരീരത്തിന് ഭാരം കുറഞ്ഞതുപോലെ. അറ്റൻഡൻസ് ലിങ്ക് ഇതാ മുകളിൽ ഇട്ടിട്ടുണ്ട്. ആ പിൻഡ് കമന്റ് നോക്കിയാൽ മതി, അതിൽ കാണാൻ സാധിക്കും. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിലും ഇടാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്റെ മോൾ ഫസ്റ്റ് ടൈം ആണ് ഫീലിംഗ് ഗുഡ് എന്ന് പറഞ്ഞു. ഓക്കെ, വെരി നൈസ് നീത പ്രസാദ്. പറയാൻ വാക്കുകളില്ല. ബിന്ദു സോംരാജ്. പിന്നെ ചിന്തകൾ വരും. ചില ആൾക്കാർ ഇട്ടിട്ടുണ്ട് ചിന്തകൾ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ചിന്തകൾ വന്നോട്ടെ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിന്തകൾ മാറ്റി നിർത്തണം എന്നൊന്നും ഒരു നിയമമില്ല. ചിന്തകൾ മാറ്റി നിർത്താൻ ആക്ച്വലി ബുദ്ധിമുട്ടാണ്. ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അവരെ സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ ആ ചിന്തകൾ തന്നെ താനെ തിരിച്ചു പോയിക്കോളും. 5 സ്പൈനൽ സ്ട്രെച്ചസ് ഒന്നുകൂടി പറഞ്ഞുതരാം. പറഞ്ഞുതരാം. ഇത് ചെയ്താൽ കോൺഫിഡൻസ് കൂടുമോ? ചെയ്ത് നോക്കൂ എന്നിട്ട് പറയും. എനിക്കൊക്കെ ഒരുപാട് കോൺഫിഡൻസ് കൂടിയത് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷമാണ്. സുദർശന ക്രിയ, മെഡിറ്റേഷൻ ഇതെല്ലാം. മകൾ ഉറങ്ങിപ്പോയി, 11 വയസ്സ്. അതാണ് 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് കൂടെ ചെയ്യാൻ നമ്മൾ സാധാരണ പറയാറുള്ളത്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ. അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അവർക്ക് ചിലപ്പോൾ ബോറടിക്കും. കുഴപ്പമൊന്നുമില്ല. ഇന്ന് എൻ്റെ 2 മക്കളുമായിട്ട് ചെയ്തു. വീണ, വെരി നൈസ്. ബോഡി വെയിറ്റ് കുറഞ്ഞതുപോലെ തോന്നി. എത്ര പേർക്ക് ഉറക്കം മെച്ചപ്പെട്ടിട്ടുണ്ട്? ചാറ്റ് ബോക്സിൽ വന്നിടാം. ഈ കഴിഞ്ഞ 5 ദിവസം ചെയ്തതിന് ശേഷം ഇന്ന് രാവിലെ ഒക്കെ ഒരുപാട് പേര് പങ്കുവെച്ചു ഉറക്കം ശരിയായതായിട്ട്. പാട്ട് നമ്മൾ ചോദ്യോത്തരങ്ങളുടെ ഏറ്റവും അവസാനമാണ് നമ്മൾ പാട്ടിന്റെ സമയം വെച്ചിരിക്കുക. അപ്പൊ പാട്ട് കേൾക്കണം എന്നുള്ളവർക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യം ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞതിന് ശേഷം. ഏജ് കുറയാൻ ഇനി സ്പെഷ്യൽ മെഡിറ്റേഷൻ. അതാണ് അർജുൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ടീലോമിയറിന്റെ സൈസ് ചുരുങ്ങുന്നത് കുറയുന്നു. അപ്പൊ അതോടെ നമ്മുടെ DNA അടക്കം നമ്മുടെ ശരീരം മുഴുവൻ ആ സെല്ലുലാർ ഏജിങ് എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് മാറും. ചർമ്മം കണ്ടാൽ പ്രായം തോന്നാത്ത അവസ്ഥയാണ്. നിങ്ങൾ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് തുടങ്ങിക്കഴിഞ്ഞു. 3 years. ഞാൻ വെറുതെ കണ്ണടച്ച് വെറുതെ ഇരിക്കുകയാണ്. അത്രയും മതി. ലുട്ടാപ്പി, നല്ല പേര്. 1 song. സോങ് അവസാനം. ആദർശ്. ഉറക്കം ശരിയായി. അമ്പിളി വിനോദ്. സുധർമ്മ ഉറക്കം കൂടി. സ്ലീപ് വെൽ. വെരി ഗുഡ്. സ്ലീപ്പ് ഇസ് ബെറ്റർ നൗ. ഗോപിനാഥൻ. എനിക്ക് ഉറക്കം മെച്ചപ്പെട്ടിട്ടുണ്ട്. വനജ. വെരി ഗുഡ്.
അത്രേ ഉള്ളൂ. ബ്രീതിങ് ക്ലിയർ ആയി, ഉറക്കം കൂടി, ഉറക്കം ശരിയായി, ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി നൈസ്. ഹാജർ ബുക്ക് എവിടെ? ഹാജർ ബുക്ക് ജയപ്രകാശ്, അതിന്റെ മുകളിൽ ഒരു ലിങ്ക് ഉണ്ട്. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നോക്കിയാലും അതിൽ ഒരു മെസ്സേജ് ഉണ്ട്, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഈ കമന്റ് ബോക്സിന്റെ മുകളിൽ പിൻഡ് കമന്റ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഉറക്കം ശരിയായി, സുഖമായ ഉറക്കം കിട്ടി. ഇന്നത്തെ ധ്യാനം സൂപ്പർ സൂപ്പർ. ഇന്ന് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. അതെ, ഒരു ദിവസം കുറച്ച് കൂടുന്നുണ്ട്. ഏതോ ഒരു ലോകത്ത് പോയി തിരിച്ചു വന്നതുപോലെ, അവിടെ കുറെ പൂക്കളും പരിചയമില്ലാത്ത മുഖങ്ങളും കണ്ട പോലെ തോന്നി. ഇന്നത്തെ ധ്യാനം വളരെ നന്നായി. ഓക്കെ, സ്പൈനൽ എക്സസൈസസ് എന്തൊക്കെയാണ്? നട്ടലിന്റെ ചലനങ്ങൾ. നേരെ മുകളിലോട്ട് വലിക്കുന്നു, കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട്. സ്പൈനൽ എക്സ്റ്റൻഷൻ എന്ന് പറയും, നിങ്ങൾ ആക്സിയൽ എക്സ്റ്റൻഷൻ എന്ന് പറയും, കൈകൾ താഴോട്ട്. പിന്നെ സ്പൈനൽ റൊട്ടേഷൻ, രണ്ട് വശങ്ങളിലേക്കും ട്വിസ്റ്റ് ചെയ്യുന്നു. പിന്നെ ലാറ്ററൽ എക്സ്റ്റൻഷൻ ആൻഡ് ലാറ്ററൽ ഫ്ലെക്ഷൻ, ഇരുവശങ്ങളിലേക്കും. വീണ്ടും നാളെയോ മറ്റന്നാളോ കൂടി നമുക്ക് വീണ്ടും ചെയ്യാം. പിന്നെ അതിനുശേഷം സ്പൈനൽ എക്സ്റ്റൻഷൻ ആൻഡ് സ്പൈനൽ ഫ്ലെക്ഷൻ എന്ന് പറയും. മുന്നോട്ടും പുറകിലോട്ടും വളയുക, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ബെൻഡ്. ഇങ്ങനെ 5 നട്ടലിന്റെ ചലനങ്ങൾ. അതിന്റെ സാങ്കേതികമായിട്ട് പേരുകൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ ഒന്ന് ഗൂഗിൾ ചെയ്താലും മതി. 5 സ്പൈനൽ മൂവ്മെന്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോസ് സഹിതം കിട്ടും. ദേഷ്യം ലേശം കുറയുന്നുണ്ട്, ഉറക്കം കിട്ടുന്നുണ്ട്. അമ്മോ, വെരി ഗുഡ്. പത്മ സുനിൽ പപ്പ, എന്താണ് ഡൗട്ട്? ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, ആദ്യ ദിനങ്ങൾ ഓക്കെ ആയിരുന്നു. പ്രായം തോന്നുന്നില്ല, 58 വയസ്സായി. സ്കിൻ സോഫ്റ്റ് ബൈ ബ്രീതിങ് എക്സസൈസ്. വെരി ഗുഡ്. 21 ദിവസത്തിന് ശേഷം ഡെയിലി പ്രാക്ടീസ് എങ്ങനെ ചെയ്യാം നമ്മൾ പറഞ്ഞുതരാം. ചെയ്യാക്കെ 21 ദിവസം കഴിയട്ടെ. ഒരു ദിവസം എത്ര പ്രാവശ്യം ചെയ്യാം? അപ്പൊ അതും കൂടി എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാവരും 2 തവണയെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കണം, രാവിലെയും വൈകിട്ടും. രാവിലെ 7 മണി, 11 മണി, വൈകിട്ട് 7 മണി. ഇതില് 2 ബാച്ചെങ്കിലും അറ്റൻഡ് ചെയ്യാൻ നോക്കും. എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. 21 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു സമയമായിട്ട് നിങ്ങൾ കരുതരുത്. എങ്ങനെയെങ്കിലും അതിന്റെ ഇടയിൽ ഒരു അരമണിക്കൂർ കണ്ടു. നമ്മളല്ലാതെ എത്രയോ നേരം ഫോൺ കുത്തിപ്പിടിച്ച് ഇങ്ങനെ പല വീഡിയോസ് കണ്ട് ഇരിക്കാറുണ്ട്. അത് തന്നെ ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ പോകാറുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ ഈ 21 ദിവസം കഴിയുന്നതും 2 സെഷനെങ്കിലും. എത്ര പേര് 2 3 സെഷൻസ് 3 സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, ഇതുവരെ അറ്റൻഡ് ചെയ്തവരൊക്കെ 3 എന്നിടാം. 2 സെഷൻസ് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തവർക്ക് 2 എന്ന് കൂടി ഇടാം. നോക്കട്ടെ, ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാവും. ഭസ്ത്രിക ലോ പ്രഷർ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കുട്ടിയുള്ളത് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് വന്ന് മേലെ കയറി കളിക്കുന്നു. ഓക്കെ, നോക്കൂ, ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഒരാളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അടുത്തൊരു നെയ്ബർ ബേബി സിറ്റിംഗ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവിടെ ഒന്ന് പോയി ഏൽപ്പിക്കാം. അപ്പോ പിന്നെ പറയൂ, കുറച്ച് കുട്ടികൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു അരമണിക്കൂർ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം കുറച്ച് പാടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവരെ തന്നെ മനസ്സിലായിക്കോളും. നിങ്ങളും പിന്നെ കണ്ണടച്ചിങ് ഇരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ മേലിൽ കയറിയാലും കണ്ണടച്ച് തന്നെ തുടരുക. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് പിന്നെ മനസ്സിലാവും. മലേഷ്യയിൽ 2.5 മണിക്കൂർ വ്യത്യാസം ഇന്നാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, വെരി ഗുഡ് അനീഷ്. ഇപ്പൊ ഇനി വരുമല്ലോ എല്ലാ ദിവസവും മലേഷ്യയിൽ നിന്ന്. വേറെ ഇന്ത്യക്ക് പുറത്ത് നിന്ന് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. യാ, ഒരുപാട് പേര് 3 സെഷൻസ് 2 സെഷൻസ്. ഓക്കെ, thank you so much for your great help and kind information. Impressed and relieved. Rebecca, very nice. All thanks goes to Gurudev. Gurudev ആണ് നമ്മളെ ഇതിന് ഇൻസ്പയർ ചെയ്തത്. ഇതിന്റെ പിറകിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ കുറെ പേര് വേണം, അറിയാം. അപ്പോൾ ഒരു വലിയൊരു ടീം, ഒരു വോളണ്ടിയർ ടീമാണ്. ഒരു 60 പേരെങ്കിലും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. വീഡിയോ ഡിപ്പാർട്ട്മെന്റ്, മെഡിറ്റേഷൻ, ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റ്, വാട്സ്ആപ്പ്, സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അങ്ങനെ ഒരുപാട്. അപ്പോ അത്രയും പേര് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ നമ്മൾക്ക് ഗുരുദേവ് പറഞ്ഞു മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക, ധ്യാനം എത്തിക്കുക, അതിന്റെ ഒരു പ്രാധാന്യം എത്തിക്കാൻ പറഞ്ഞിട്ടാണ്. അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ എല്ലാ നന്ദിയും എനിക്കും ഗുരുദേവനോടാണ് നന്ദി. ഇത്രയും പേരുമായിട്ട് കണക്ട് ചെയ്യാം. എല്ലാ ദിവസവും 20,000 പേരാണ് 3 സെഷൻസിലായിട്ട്, മലയാളികൾ മാത്രം. പിന്നെ മറ്റു ഭാഷകളെല്ലാം കൂടി എടുത്തു നോക്കിയാൽ 1,00,000 പേരാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ടാവും. 5 ദിവസം 3 പ്രാവശ്യം ചെയ്യുന്നു. കൃഷ്ണകുമാർ, വെരി ഗുഡ്. How many times we can meditate? 3 times ആണ് രാധാമണി കറക്റ്റ്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇതാണ് ഗുരുദേവ് പറയാറുള്ളത്, 3 times. ഓക്കെ, ഒമാനിന്നുണ്ട് രാംദാസ്. ഓക്കെ, പിന്നെ വേറെ
ഫോറിൻ കൺട്രീസ്, ഇന്റർനാഷണൽ പാർട്ടിസിപ്പൻസ് ഇവിടെ നിന്നൊക്കെ ഉണ്ട്. ജർമ്മനിയിൽ നിന്ന് ജോയിൻ ചെയ്തു ചിത്ര ഗോപാൽ, വെരി ഗുഡ്. താങ്ക്സ് ടു ദ ടീംസ്. ഞാൻ കൺവേ ചെയ്തേക്കാം നിങ്ങളുടെ നന്ദിയെല്ലാം. താങ്ക്സ് ടു ദ ഹോൾ ടീം. ഓക്കെ, ദൈവത്തിന്റെ അടുത്തെത്തിയത് പോലെ ഷീല മധു. ഓക്കെ, വെരി ഗുഡ്. ഫ്രം ഒമാൻ. ഓക്കെ, ഒമാൻ വായിച്ചു. വേറെ എവിടെ നിന്നാണ്? ടൊറോണ്ടോ, നിക് വാരിയർ. ഓക്കെ, ശശിധരൻ ഫ്രം ബഹ്റൈൻ. നൈസ്. അബുദാബി, സിംഗപ്പൂർ, കാനഡ, ദുബായ്, Tanzania, Maya Unnikrishnan, very nice. Atira from Kuwait, Prakash from UAE, Amal from Dubai, Singapore, nice. Kuwait, Bahrain, Gambhira. ശരി, കോതമംഗലത്തിൽ നിന്നുണ്ട്. ശരി, അപ്പൊ ഇനി ഒരു പാട്ട് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ചോദ്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. മ്യൂസിക് ആൻഡ് മെഡിറ്റേഷൻ, ഗുരുദേവ് എപ്പോഴും അടിവരയിട്ട് പറയുന്ന ഒരു കോമ്പിനേഷനാണ്. പിന്നെ മീൽസ് ആൻഡ് മെഡിറ്റേഷൻ, ഭക്ഷണത്തിന് മുമ്പ് മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ സംഗീതവും ധ്യാനവും, അത് നല്ല കോമ്പിനേഷനാണ്. ഓക്കെ, വെരി ഗുഡ്. ഖത്തർ, അങ്കമാലി. ഓക്കെ, ഞാനിവിടെ അങ്കമാലിക്ക് അടുത്താണ്. ഞാനിവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കാലടിയിലുള്ള ആശ്രമത്തിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ആശ്രമമുണ്ട്, ഇടയ്ക്ക് വരണം, പെരിയാറിന്റെ തീരത്ത്. എല്ലാവരും വന്ന് കാണാം. ഏറ്റവും ഭംഗിയുള്ള നമ്മുടെ ആശ്രമം ബാംഗ്ലൂരാണ്. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ തീർച്ചയായിട്ടും. ഓക്കെ, ദിവ്യ നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ചോദ്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ശരി. അപ്പോ കളി ഇങ്ങനെയാണ്. ഞാൻ രണ്ടുപേരി പാടി തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടണം. ആദ്യം ആരിടും എന്നുള്ളത് നമുക്ക് നോക്കാം. ദിവ്യ പറഞ്ഞ പാട്ട് പാടും. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുബോധം ചൈത്രവേണുബോധം മധുമന്ത്രകോകിലങ്ങളും മേളമേകുമിന്ദ്രനീല രാത്രി തേടവേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും അമൃത കണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ഓക്കെ. അപ്പോ സംഗീതത്തോടെ നമുക്ക് ഇന്നത്തെ ഈ യാത്ര അവസാനിപ്പിക്കാം. അപ്പൊ നാളെ എത്ര ബാച്ചിന് വരും എന്നുള്ളത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലാണ് ഇടാം. 3 വരുമെങ്കിൽ 3 എന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. അല്ലെങ്കിൽ ഏതെങ്കിലും 2 എണ്ണത്തിനാണെങ്കിൽ ആ സമയങ്ങളും കൂടി ചാറ്റ് ബോക്സിൽ ഇട്ട് ആ സങ്കല്പത്തോടെ നമുക്ക് വിടവാങ്ങാം. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം, ശുഭരാത്രി.